ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സ്പെഷ്യൽ മസാലയോടുകൂടി ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കൂടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.25 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ചിക്കനിൽ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. ചിക്കനിൽ മസാലയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3/4 കപ്പ് വെളുത്തുള്ളി, കൂടെ ഇനി ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇതിലും കുറച്ചിട്ടെടുത്താൽ മതി. ഇത് ഒരു മീഡിയം സൈസിലുള്ള എരിവ് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 12 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ അങ്ങ് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ക്യാഷു ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാഷു ഒന്ന് വറവായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വറുത്ത് കോരാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ സവോളയിൽ നിന്നും ഏകദേശം 2 സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സവോള നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ സവോളയെല്ലാം നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പം സവോളയുടെ കളർ പെട്ടെന്നൊന്ന് മാറിപ്പോകും. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ചിക്കൻ ഇവിടെ നമ്മൾ റെസ്റ്റിന് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതേ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നീട് നമ്മൾ ചിക്കൻ അധികം വേവിക്കില്ല, അതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ചിക്കൻ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിൽ മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവോള മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഫ്രൈ ആയി കിട്ടണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
സവോള നമ്മൾ സാധാ വഴറ്റിയെടുക്കും പോലെ വഴറ്റിയെടുത്താൽ മാത്രം പോരാ, ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കൂടെ കിട്ടണം. ആ ഒരു സ്റ്റേജ് വരെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അങ്ങനെ ഇതിപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചത് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചതച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ പച്ച ടേസ്റ്റെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 7 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിയിൽ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഈ തക്കാളിയെല്ലാം നമുക്കിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റെഡിമെയ്ഡ് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളെ പച്ച ടേസ്റ്റെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് മാറിക്കിട്ടണം. അങ്ങനെ ഈ പൊടികളെ പച്ച ടേസ്റ്റെല്ലാം നമുക്കിവിടെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ തൈരും കൂടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മല്ലിയിലയും പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കണം. ഈ ചിക്കനിൽ നമുക്ക് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഇതിപ്പം വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ മസാല നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി കൈമ റൈസിലാണ് റെഡിയാക്കി എടുക്കുന്നത്. 1.5 കിലോ അരിയാണ് ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത്. 250ൻ്റെ കപ്പ് അളവിൽ പറയുവാണെങ്കിൽ 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. 10 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ടും ഒന്ന് വാർത്തെടുക്കണം. ഒരുപാട് സമയമൊന്നും നമ്മളിത് വെള്ളത്തിലിട്ട് കൊടുക്കരുത്. അങ്ങനെ ഇപ്പോൾ ഈ അരിയുടെ വെള്ളം മുഴുവനായിട്ടും ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 125 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഇതിലേക്ക് 9 ഏലക്ക, അതുപോലെ തന്നെ ഒരു 11 ഗ്രാമ്പു, ഈ ഒരു വലിപ്പമുള്ള 3 കറുവപ്പട്ടയും 2 തക്കോലം പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 250ൻ്റെ കപ്പിന് പറയുവാണെങ്കിൽ 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 250ൻ്റെ കപ്പിന് വെള്ളത്തിൻ്റെ അളവ് പറയുവാണെങ്കിൽ 9 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഈ വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചോറിൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടുള്ളൂ. ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെള്ളം വാർന്നു വെച്ച അരി മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ചോറ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് ഇത്.
ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതാ മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലയും കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ആ പകുതി ചോറും നമുക്കിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഈ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ചിക്കൻ്റെ മസാല മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മസാല മുഴുവനായിട്ടും ഈ ചോറിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ സവോളയിൽ നിന്നും കുറച്ച് സവോള ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ബാക്കിയുള്ള ആ ചോറും മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മുഴുവൻ ചോറും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ സവോളയും പിന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പുറത്ത് പോകാൻ പാടില്ല. വെയിറ്റുള്ള സാധനം എന്തെങ്കിലും ഒന്ന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവി ഒട്ടും തന്നെ പുറത്ത് പോകില്ല. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കാൻ പാടില്ല. കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിരിക്കണം. അങ്ങനെ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.